Welcome to yet another episode of my story series. Episode 4 മൊഴികളില്ലാത്ത സ്നേഹം. ലവ് വിത്തൗട്ട് വേർഡ്സ്. മഴ തകർത്തു പെയ്യുന്ന ഒരു സായാഹ്നത്തിലാണ് 4 വയസ്സുകാരി മാലു ആ തറവാട്ടുമുറ്റത്ത് കാലുകുത്തുന്നത്. മറുനാട്ടിൽ ജനിച്ചു വളർന്ന മാലുവിന് അറിയാവുന്നത് ഹിന്ദി മാത്രമാണ്. അവളുടെ അമ്മൂമ്മയ്ക്ക് അറിയാവുന്നത് തനി മലയാളവും. പരസ്പരം വാക്കുകൾ കൊണ്ട് സംവദിക്കാൻ കഴിയാത്ത 2 തലമുറകൾക്കിടയിൽ സ്നേഹം എങ്ങനെ വിരിയുമെന്ന് കണ്ടു നിന്നവർ അത്ഭുതപ്പെട്ടു പോയി. പുലർച്ചെ 5 മണിക്ക് അമ്മൂമ്മയുടെ തുളസിമാലയുടെ ഗന്ധം മാലുവിൻ്റെ ഉറക്കമുണർത്തും. നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ കണ്ണെഴുതി പൊട്ടുതൊട്ട് അമ്മൂമ്മയുടെ വിരൽ തൂങ്ങി അവൾ അമ്പലത്തിലേക്ക് നടക്കും. ദാദി വോ ക്യാ ഹേ? മാലു ചോദിച്ചു. അത് കരിമ്പ മോളെ, കൃഷ്ണൻകുട്ടിക്ക് കൊടുക്കാനുള്ളതാ. അമ്മുമ്മ പറയുന്നത് എന്താണെന്ന് മാലുവിന് മനസ്സിലായില്ലെങ്കിലും ആ മുഖത്തെ പുഞ്ചിരി അവൾക്ക് സുരക്ഷിതത്വം നൽകി. അവർ കൈമാറുന്നത് വാക്കുകളല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ തണുപ്പുള്ള പുലർക്കാലങ്ങളെയായിരുന്നു. വീടിനു പിന്നിലെ തെളിനീർക്കുളത്തിൽ കുളിക്കാനിറങ്ങുമ്പോൾ മാലുവിന് ആദ്യം പേടിയായിരുന്നു. പക്ഷേ അമ്മുമ്മ തൻ്റെ തുവർത്തുകൊണ്ട് അവളെ മുറുക്കി പിടിക്കും. ഹിന്ദി നഹി മാലു, പാനി, വെള്ളം എന്ന് പറഞ്ഞ് അമ്മുമ്മ വെള്ളം കോരി അവളുടെ തലയിലൊഴിച്ചു. മാലു ഉറക്കെ ചിരിച്ചുകൊണ്ട് പാനി പാനി എന്ന് വിളിച്ചു കൂവി. ആ വെള്ളം തെറിപ്പിക്കൽ കളിയിൽ ഭാഷയുടെ അതിർവരമ്പുകൾ അലിഞ്ഞുപോയി. ഒരു വൈകുന്നേരം അമ്മുമ്മ മാലുവിനെ പുഴയിലേക്ക് കൊണ്ടുപോയി. ഒരു ചെറിയ വഞ്ചിയിൽ അവർ മറുകരയിലേക്ക് തുഴഞ്ഞു. ഓളങ്ങൾ തോണിയിൽ തട്ടുമ്പോഴുണ്ടാകുന്ന താളം മാലുവിനെ അത്ഭുതപ്പെടുത്തി. അവൾ പാറിപ്പറക്കുന്ന തുമ്പികളെ ചൂണ്ടി തിത്തലി തിത്തലി എന്ന് വിളിച്ചു പറഞ്ഞു. അമ്മുമ്മ അവളെ ചേർത്ത് പിടിച്ച് പൂമ്പാറ്റയാണ് മോളെ എന്ന് കാതിൽ മന്ത്രിച്ചു. ആ നിമിഷം ആ വഞ്ചിക്കുള്ളിൽ ഹിന്ദിയും മലയാളവും ചേർന്ന സ്നേഹത്തിൻ്റെ ഒരു പുതിയ സംഗീതം പിറക്കുകയായിരുന്നു. രാത്രിയിൽ ഉണ്ണിയപ്പം കഴിച്ചിരുന്ന് തറവാടിൻ്റെ ഉമ്മറത്തിരിക്കുമ്പോൾ അമ്മുമ്മ കഥകൾ പറയും. മുത്തശ്ശി കഥകളിലെ ആനയും പുലിയും കാടും മാലുവിൻ്റെ കൺമുന്നിൽ വിരിയുന്നത് അമ്മയുടെ കൈമുദ്രകളിലൂടെയാണ്. ദാദി ഓർ ഏക് കഹാനി എന്ന് പറഞ്ഞ് അവൾ ആ മടിയിൽ തല ചായ്ക്കും. അമ്മുമ്മ തലോടുമ്പോൾ മാലുവിന് വാക്കുകളുടെ ആവശ്യമില്ലായിരുന്നു. ആ സ്പർശത്തിൻ്റെ അർത്ഥം ലോകത്തിലെ ഏത് ഭാഷയേക്കാളും അവൾക്ക് വ്യക്തമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ മാലു ചോറ് എന്നും അമ്മുമ്മ എന്നും വിളിക്കാൻ പഠിച്ചു. അമ്മുമ്മയാകട്ടെ ബേട്ടി എന്നും ഖാന എന്നും പറയാൻ ശ്രമിച്ചു. സ്നേഹത്തിന് ലിപികളില്ലെന്നും അത് കണ്ണുകളിലൂടെയും കരുതലിലൂടെയുമാണ് കൈമാറേണ്ടതെന്നും മാലുവും അമ്മുമ്മയും ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. See you soon with yet another episode of Story Series.